ശ്രീമഹാദേവ്യൈ നമഃ. ഓം ശ്രീമദ്ദേവി മഹാഭാഗവതം ഒന്നാം സ്കന്ധം മൂന്നാം അധ്യായം. ഓം ഈ മൂന്നാം അധ്യായത്തിൽ 43 ശ്ലോകങ്ങളാണ് ഉള്ളത്. പുരാണങ്ങളെപ്പറ്റി പറയുകയാണ്. 28 വ്യാസന്മാരുണ്ട്, അതും പറയണു. നമ്മൾ നേരത്തെ ഈ ദേവി ഭാഗവതത്തിലെ 12 സ്കന്ധങ്ങളും അതിലുള്ള ശ്ലോകസംഖ്യകളും അതേപോലെ എത്ര അധ്യായങ്ങളാണ് ഉള്ളത് എന്നെല്ലാം വിസ്തരിച്ച് പറഞ്ഞു. ഈ അധ്യായത്തിൽ പുരാണങ്ങളിലുള്ള ശ്ലോകങ്ങൾ ഒക്കെ പറയണം. ഓം സൂതൻ പറഞ്ഞു: ഓം കേട്ടാലും മുനിമാരെ ഞാൻ ചൊല്ലാം സത്യവതി സുതൻ വ്യാസൻ പറഞ്ഞു കേട്ടുള്ളോരപുരാണമശേഷവും 2 മാതിഭാദ്യങ്ങൾ ബ്രഹ്മൂന്നും വാദി 4 അനാപലിംഗ കുസ്കാദി പുരാണം വേറെ വേറെയും 14,000 പദ്യം മാത്സ്യത്തിങ്കൽ പ്രകീർത്തിതം 9,000 ഉണ്ടല്ലോ മാർക്കണ്ഡേയത്തിൽ അത്ഭുതം 14,000 പിന്നെ 500 ചേർന്ന സംഖ്യതാൻ ഭവിഷ്യത്തിങ്കൽ ഓതുന്നു മുനിമാർ തത്വദർശികൾ പുണ്യം ഭാഗവതത്തിങ്കൽ 18,000 വരും ബ്രാഹ്മമായ പുരാണത്തിൽ പദ്യങ്ങൾ 10,000 മത്സ്യപുരാണത്തിൽ 14,000 മാർക്കണ്ഡേയത്തിൽ 9,000 ഭവിഷ്യപുരാണത്തിൽ 14,500 ഭാഗവതത്തിൽ 2 ഭാഗവതത്തിലും 18,000 ബ്രാഹ്മത്തിൽ 10,000 ബ്രഹ്മാണ്ഡത്തിൽ 100 ചേർന്ന 12,000 തഥാ 18,000 ബ്രഹ്മവൈവർത്തത്തിലും അങ്ങനെ വായവ്യത്തിൽ 600 46,000 തഥാ വാമനത്തിങ്കലോ പദ്യസംഖ്യ 10,000 പരം വൈഷ്ണവത്തിങ്കൽ 37,000 അത്ഭുതം 46,000 വാരാഹത്തിങ്കൽ പരമാത്ഭുതം അഗ്നിസംജ്ഞം പുരാണത്തിൽ 16,000 തഥാ 25,000 താൻ നാരദത്തിങ്കലുള്ളതും വൈപുല്യമാണ്ട പാത്മത്തിൽ 55,000 തഥാ 11,000 പിന്നെ ലിംഗാഖ്യത്തിലുള്ളതും 19,000 വിഷ്ണുഭാഷിതം ഗാരുഡത്തിലും 17,000 കൂർമ്മപുരാണത്തിലും അവ്വിധം 81,000 സ്കാന്ദപുരാണത്തിലും മഹാത്ഭുതം പുരാണാഖ്യയും അവണ്ണം പദ്യസംഖ്യയും ഓതിനേൻ. ശ്രീ ഗുരുവായൂരപ്പ നാരായണ. ബ്രഹ്മാണ്ഡം ബ്രഹ്മവൈവർത്തം അപ്പോൾ അത് പറയണ കാര്യങ്ങളാണ്. 12,100 ബ്രഹ്മാണ്ഡ പുരാണത്തിൽ 12,100 ബ്രഹ്മവൈവർത്തത്തിൽ 18,000 പിന്നെ വായവ്യത്തിൽ 24,600 വാമനത്തിൽ 10,000 വിഷ്ണു പുരാണത്തിൽ 23,000 വാരാഹത്തിൽ 24,000 അഗ്നി പുരാണത്തിൽ 16,000 നാരദത്തിൽ 25,000 പാത്മത്തിൽ 55,000 ലിംഗം 11,000 ഗരുഡ പുരാണത്തിൽ 19,000 കൂർമ്മ പുരാണത്തിൽ 17,000 സ്കാന്ദപുരാണത്തിൽ 81,000. അപ്പോൾ 81,000 ഉള്ള സ്കാന്ദപുരാണം. അതിൻ്റെ താഴെ പാത്മപുരാണത്തിൽ പത്മപുരാണം അത് 55,000. അത്രയും ശ്ലോകസംഖ്യകളുണ്ട് എന്ന് പറയുകയാണ്. എല്ലാം കൂടി 4,00,000 ചില്ലാനം വരും. പിന്നെ ഭാരതത്തിൽ 1,25,000 വരും. അതേപോലെ രാമായണത്തിൽ 24,000 വരും. പിന്നെ ഈ നാരദ പഞ്ചസൂത്രം അതിൽ 25,000 വരും. ഇങ്ങനെ അനവധിയുണ്ട്. ശ്രുതി സ്മൃതി എന്നൊക്കെ പറഞ്ഞാൽ ധാരാളം. യോഗവാസിഷ്ടം, ജ്ഞാനവാസിഷ്ടം, ഇങ്ങനെ എത്രയോ അറിവുകൾ തരണ ഗ്രന്ഥങ്ങളെ ചോദിച്ചാൽ മുഴുവൻ പറയാൻ പറ്റില്ല കേട്ടോ, അത്രയും കൂടുതലുണ്ട്. ഇനി ഉപപുരാണങ്ങളെക്കുറിച്ച് പറയുകയാണ്. ഇനി ഉപപുരാണങ്ങളല്ലാതെ കണ്ട ഉപപുരാണങ്ങളും ഉണ്ട് കേട്ടോ. അതും 18 തന്നെയാണ്. 54 പുരാണങ്ങളെന്നാണ് പറയുക. 18 പുരാണങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ചൊല്ലാം ഉപപുരാണങ്ങൾ ഇനി ഞാൻ കേൾപ്പിനെ വരും. സനൽകുമാരം ആദ്യത്തിൽ നാരസിംഹം അതിൽ പരം നാരദീയം ശിവം ശ്രേഷ്ഠം ദുർവാസസവും അങ്ങനെ. ഇപ്പോൾ ശിവപുരാണം ഉപപുരാണമായിട്ടാണ് പറയണത്. ഇപ്പോൾ ശിവപുരാണം സ്വയം നമ്മൾ പുരാണമായിട്ടേ പറയാറുള്ളൂ. കാരണം യജ്ഞമായിട്ട് സമർപ്പിക്കുന്നതാണ് ശിവപുരാണം ആയാലും അതേപോലെ ദേവി ഭാഗവതം അതേപോലെ തന്നെ ഗണേശ പുരാണം ഒക്കെ യജ്ഞമായിട്ട് സമർപ്പിക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ പുരാണം എന്നുള്ള തിരക്കാണ് പറയുക. ശിവപുരാണം ലക്ഷണങ്ങളിലെ ചില വ്യത്യാസങ്ങളെ കൊണ്ടാണ്. അപ്പോൾ ഇവിടെ ലക്ഷണത്തിൽ ശിവം ഉപപുരാണമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളങ്ങനെ കണക്കാക്കാറില്ല എന്ന് സാരം. നാരദീയം ശിവം ശ്രേഷ്ഠം ദുർവാസസവും അങ്ങനെ. കാപിലം മാനവം പിന്നെ ഓതാം ഔശനസം തഥാ വാരുണം കാളികം പിന്നെ നന്ദി നിർമ്മിച്ച സാംബവും
പാരാശരൻ ചൊന്ന സൗരം ആദിത്യം അതിവിസ്തരം മാഹേശ്വരം ഭാഗവതം വാസിഷ്ഠം വിപുലം പരം ഇമ്മട്ട് ഉപപുരാണങ്ങളെന്നായി വിജ്ഞരുരയ്ക്കയാം. ഏവം പുരാണങ്ങൾ തീർത്ഥശേഷം ദ്വൈപായനൻ മുനി ചെയ്താൻ അതുല്യമായി സർവസാരം ഭാരത നിർമ്മിതി. മന്വന്തരം തോറും ഓരോ ദ്വാപരത്തിലും അമ്മുനി ധർമാർത്ഥമുണ്ടാക്കിയിടുന്നു പുരാണങ്ങൾ അശേഷവും. വ്യാസരൂപത്തിലാ വിഷ്ണു ഓരോരോ ദ്വാപരത്തിലും വേദത്തെ പല പങ്കാക്കിയിടുന്നു ലോകഹിതാർത്ഥമായി. കലിങ്കൽ കുറയും വിപ്രർക്കായുർബുദ്ധികളെന്നവർ കണ്ടു ദേവി ഭാഗവതം യുഗം തോറും ചമയ്ക്കയാം. ഇപ്പോൾ 27 ചതുർയുഗങ്ങൾ കഴിഞ്ഞു. ഓരോ ചതുർയുഗത്തിൻ്റെ ദ്വാപരാന്ത്യത്തിലും മഹാവിഷ്ണു വ്യാസനായിട്ട് അവതരിക്കും. അപ്പോൾ അത്രയും വ്യാസന്മാരുടെ എണ്ണം ഇനി അതൊക്കെ പറയാൻ പോവുകയാണ്. പുരാണങ്ങൾ ഉണ്ടാക്കുന്നത് മുഴുവൻ സാധാരണക്കാർക്ക് വേദത്തിൻ്റെ അർത്ഥം മുഴുവൻ കിട്ടാനാണ്. അപ്പോൾ അതിൽ സ്ത്രീകൾക്കായാലും കുട്ടികൾക്കായാലും ശൂദ്രന്മാർക്കായാലും ഈ ബ്രാഹ്മണരല്ലാത്ത പലർക്കും കിട്ടില്ല അത്. അപ്പോൾ അത് അതിനനുസരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. സ്ത്രീ ശൂദ്രർക്കും കർമ്മഹീന ദ്വിജർക്കും മറ കേൾക്കുവാൻ മറ എന്ന വേദം പാടില്ലെന്നോർത്തു നിർമ്മിച്ചു പുരാണങ്ങൾ അശേഷവും. വൈവസ്വതാഖ്യമാം പുണ്യം 7-ാം മന്വന്തരത്തിലായി 218-മാം ദ്വാപരത്തിൽ ജന്മമെടുത്തവർ. വ്യാസൻ സത്യവതി സൂനുവാണൻ ഗുരു മുനീന്ദ്രരെ 29-ൽ വ്യാസൻ ദ്രൗണിയായും പിറന്നിടും. വ്യാസന്മാർ 27 ഇമ്മട്ടിൽ പണ്ടേ കഴിഞ്ഞുപോയി. യുഗം തോറും പുരാണങ്ങൾ നിർമ്മിച്ചാരവരേവരും. ഇപ്പോൾ 28-ാമത്തെ വ്യാസനാണ് കൃഷ്ണദ്വൈപായനൻ. ആ വ്യാസനാണ് ഈ സൂത മഹാശയന് പുരാണത്തെ പറഞ്ഞു കൊടുത്തത്. ഋഷികൾ മുൻ യുഗങ്ങളിലെ വ്യാസന്മാർ ആരെല്ലാം മഹാശയ ദ്വാപരം തോറുമുണ്ടാക്കി പുരാണങ്ങൾ കഥിക്കനീ. സൂതൻ വേദം പങ്കിട്ടിത് ആദ്യത്തെ ദ്വാപരത്തിങ്കൽ നാൻമുഖൻ, പിന്നീട് പങ്കിട്ടു 2-ാം ദ്വാപരത്തിൽ പ്രജാപതി. ഇപ്പോൾ ഇവിടെ ബ്രഹ്മാവ് വ്യാസനായിട്ടുണ്ട്, പ്രജാപതി, അതേപോലെ ഉശനസ് ശുക്രാചാര്യർ, ബൃഹസ്പതി, പിന്നെ സവിതാവ് സൂര്യൻ, മൃത്യു യമൻ ധർമ്മദേവൻ, പിന്നെ മഖവാവ് ഇന്ദ്രൻ വ്യാസനായിട്ടുണ്ട്, വസിഷ്ഠൻ, സാരസ്വതൻ, ത്രിധാമാവ്, ത്രിവൃഷൻ, ഭരദ്വാജൻ, ധർമ്മൻ, അന്തരീക്ഷൻ, ത്രയ്യാരുണി, ധനഞ്ജയൻ, മേധാതിഥി, വ്രതി, അത്രി, ഗൗതമൻ, ഹര്യാത്മാവ്, വാജശ്രവസ്, സോമൻ, തൃണബിന്ദു, ഭാർഗവൻ, ശക്തി, ജാദൂകർണൻ, കൃഷ്ണദ്വൈപായനൻ. ഇങ്ങനെ 28 വ്യാസന്മാരെയാണ് പറയണത്. സൂതൻ വേദം പങ്കിട്ടിത് ആദ്യത്തെ ദ്വാപരത്തിങ്കൽ നാൻമുഖൻ, പിന്നീട് പങ്കിട്ടു 2-ാം ദ്വാപരത്തിൽ പ്രജാപതി. ഉശനസ തൃതീയത്തിൽ, ചതുർത്ഥത്തിൽ ബൃഹസ്പതി, സവിതാവ് 5-മത്തിൽ, 6-മത്തേതിൽ മൃത്യുവും, മഖവാവ് 7-ൽ, 8-ാം ദ്വാപരം തന്നിൽ വസിഷ്ഠനും, 9-ൽ സരസ്വതനും, ത്രിധാമാവ് അഥ 10-ലും, 11-ൽ ത്രിവൃഷനും, ഭരദ്വാജൻ അതിൽ പരം, അന്തരീക്ഷൻ 13-മത്തേതിൽ, പിന്നെ ധർമ്മനും, 15-ങ്കൽ ആ ത്രയ്യാരുണി, പിന്നെ ധനഞ്ജയൻ, 17-ങ്കലോ മേധാതിഥി, പിന്നീട് താൻ വ്രതി, 19-ങ്കലാണ് അത്രി, ഗൗതമൻ താൻ അതിൽ പരം, ഹര്യാത്മാവാം ഉത്തമൻ താൻ 21-ലുള്ളവൻ, വാജശ്രവസ് എന്ന വേനൻ, അമുഷ്യായണ സോമനും, തൃണബിന്ദുവും ഔവണ്ണം, ഭാർഗവൻ താൻ അതിൽ പരം, ശക്തി, പിന്നെ ജാദൂകർണൻ, കൃഷ്ണദ്വൈപായനൻ തഥാ 28 താനേവം സംഖ്യയെന്നതു കേട്ടു ഞാൻ. കൃഷ്ണദ്വൈപായനൻ ചൊന്നു കേട്ടേൻ ഞാൻ മുനിമുഖ്യരെ, എല്ലാ ദുഃഖങ്ങളും പോക്കും ശ്രീമൽ ഭാഗവതം ശുഭം. സർവാഗമരസത്തോപ്പാമത് മാമരതൻ പൊരുൾ കാമമോക്ഷതം എന്നെന്നും മുമുക്ഷുക്കൾക്ക് അതിപ്രിയം. ഇപ്പോൾ ശ്രീമദ് ദേവി ഭാഗവതത്തിൻ്റെ മഹാത്മ്യം കുറച്ച് അധികമായിട്ട് പറഞ്ഞു എന്ന് സാരം. മഹിമ എത്രയാ പറയാൻ ഓർത്തില്ല, അത്രയും കൂടുതലാണ് അമ്മയുടെ പ്രാധാന്യം. വിജ്ഞൻ മഹാത്മാവരണി പ്രജാതൻ വിരക്തനാം തന്മകനാം ശുഗന്നായി പുരാണമന്യൂന്യശുഭം ഗ്രഹിച്ചങ്ങോതിക്കൊടുത്താൻ മുനിമുഖ്യനന്നാൾ. മുനീന്ദ്രരെ ഞാനതു കേട്ടു നന്നായി ഗ്രഹിച്ചിതാ വ്യാസമുഖത്തിൽ നിന്നും പുരാണഗുഹ്യം സകലം പഠിച്ചേൻ കൃപാബ്ധിയാമെൻ ഗുരുവിൻ പ്രസാദാൽ. അയോനിജാതൻ ചോദിക്കവേ വ്യാസൻ പുരാണസാരം കഥിച്ചു തൻ പുത്രനോടന്നു നന്നായതൊക്കെയും കേട്ടു പഠിച്ചു ഞാനും. ശ്രീശുക ബ്രഹ്മർഷിയെ പഠിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അന്ന് സൂതനും അത് കേട്ടു. ശ്രീമൽ ഭാഗവതാമരദ്രുമഫലാസ്വാദനത്തിനാൽ ദുസ്തരം സംസാരാബ്ധിജലം കടക്കുവതിന്നങ്ങിച്ഛിച്ചു കൊണ്ട ശുഗൻ
നാനാഖ്യാനരസം തുളുമ്പുമതു തൻ കാതാൽ നുകർന്നാനവനുണ്ടാകാ കലിഭീതി മോക്ഷം ഇതു കേട്ടിട്ടും ജഗത്തിൽ തുലോം സ്വാചാരങ്ങൾ വെടിഞ്ഞു വേദവിധി പോൽ കർമ്മിച്ചിടാതെത്രയോ പാപം ചെയ്കിലും ഇപ്പുരാണമറിയാതെങ്ങാൻ ശ്രവിച്ചിടുകിൽ ഇങ്ങോരോ സുഖഭോഗമാണ്ടൊടുവിലം ദേവീ പദാംഭോരുഹം പ്രാപിച്ചിടുമചഞ്ചലം സുരുചിരം യോഗീന്ദ്രഗമ്യം മുതാ. എത്രയോ ഭാഗവതങ്ങൾ ഏകാദശാഹമായിട്ടും നവാഹമായിട്ടും 12 ദിവസമായിട്ടും പഞ്ചാഹമായിട്ടും സപ്താഹമായിട്ട് ധാരാളം നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു. ഭാഗവതം വിഷ്ണു മഹിമ പറയുന്നത് സപ്താഹമായിട്ടാണ് കൂടുതൽ, പിന്നെ ദ്വാദശാഹമായിട്ടും പതിവുണ്ട്. ദേവി ഭാഗവതം നവാഹമായിട്ടാണ് സാമാന്യനെയൊക്കെ പതിവ്. ആരിങ്ങു നിർഗുണ ഹരാദികളാൽ അലഭ്യ യോഗാഭിഗമ്യ സുജനപ്രിയയായ വിദ്യ ആ ദേവി തന്നെ നിവസിച്ചിടുമിപ്പുരാണം കേൾക്കുന്നൊരാളുടെ കുഹരത്തിലെന്നും സംസാരമാം കടൽ കടക്കുവതിന്നു തോണിയാം അംഗമൊത്ത നരജന്മവുമെന്നു വേണ്ട വക്താവുമൊത്തുമഥ പുണ്യതമം പുരാണം കേൾക്കാത്ത മൂഢൻ അജനാലിഹ വഞ്ചിതൻ താൻ രാഗം മുഴുത്തു പരദൂഷണമെന്നുമേതുമർത്യൻ ശ്രവിപ്പതിഹ കാതിന നേടിയിട്ടും അർത്ഥങ്ങളേകും അമലം സരസം പുരാണം കേൾക്കാത്ത മൂഢൻ അവനത്ര നശിച്ചവൻ താൻ. പുരാണ നിർണയം എന്ന 3-ാം അധ്യായം സമാപ്തം. സർവത്ര ശ്രീമദ്ദേവി നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അപ്പം 3 അധ്യായങ്ങളെ കൊണ്ട് ദേവി മഹിമയെ പറഞ്ഞു, ശ്രോതാവിനെ പറഞ്ഞു, അത് ശൗനകാദി മഹർഷിമാരാണ്. വക്താവിനെ പറഞ്ഞു, അത് സൂതനാണ്. ഇനി ആരാണ് ശുഗൻ എന്നുള്ളത് 3 അധ്യായങ്ങളെ കൊണ്ടാണ് പറയുന്നത്. അത് 1-ാമത്തെ സ്കന്ധത്തിൽ 4-ാമത്തെ അധ്യായവും 10-ാമത്തെ അധ്യായവും 14-ാമത്തെ അധ്യായവും അങ്ങനെ 3 അധ്യായങ്ങളിലായിട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് ചില കഥകളെയൊക്കെ വേറെ വേറെ കയറി വരും. 4-ാമത്തെ അധ്യായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭദ്രകാളി അവതാരം മധുകൈടഭവതാണ് പിന്നീട് പറയുന്നത്. നമുക്ക് കേൾക്കാം. അപ്പോൾ ഇവിടെ ആദ്യം ശ്രീശുക ബ്രഹ്മർഷിയെ സംബന്ധിച്ചുള്ള കഥകളെ പറയുകയാണ്. 65 ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. ഇപ്പോൾ നമ്മൾ 3 അധ്യായങ്ങളെ കൊണ്ട് 108 ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് കഴിഞ്ഞു. ഓം. ഋഷികൾ വ്യാസൻ പുരാണമരുളിക്കൊടുത്ത ശുഗനാരുവാൻ ഏതു ഭാര്യയിലെ പുത്രനുണ്ടായി എவ்விധമെങ്ങനെ അയോനിജൻ തീ കടയുന്നേരമുണ്ടായിത ശുഗൻ എന്നൊക്കെ നീ ചൊന്നു പല സംശയങ്ങളുമുണ്ടിതിൽ പണ്ടേ കേട്ടൻ ജനിച്ചന്നേ യോഗിതാൻ ശുഗൻ എന്നതായി പിന്നെ എന്തിന്നി പുരാണം വിസ്തരിച്ചു പഠിച്ചതും സൂതൻ പണ്ട സരസ്വതീ തീരത്തെഴും ആശ്രമഭൂമിയിൽ കണ്ടാൻ സവിസ്മയം വ്യാസൻ കുരുവിദ്വയമേകത തൂവൽ കൂടി കിളിർക്കാതെ മുട്ട പൊട്ടിയ മട്ടുതാൻ കൂട്ടിൽ കിടക്കും ചോപ്പാണ്ട കൊക്കെഴും കൊച്ചു കുഞ്ഞിനായി തീൻ കൊടുക്കാൻ അങ്ങുമിങ്ങും പറന്നേറെ തളർന്നവ കുഞ്ഞിൻ കൊക്കിൽ തീറ്റ വീണ്ടും വീണ്ടും ഇട്ടുകൊടുപ്പതായി ആ പൂവൽ മെയ്യോടുമെയ് ചേർത്ത് ആനന്ദം തേടിടുന്നതായി സപ്രേമം ആ കൊക്കിൽ മുഖം ചേർത്ത് മുഖം കൊടുപ്പതായി സപ്രേമം ആ കൊക്കിൽ മുഖം ചേർത്ത് മുത്തം കൊടുപ്പതായി കണ്ടാൻ വ്യാസൻ സ്നേഹധാര ചൊരിയും ചടകങ്ങളെ തഥാ തന്നുള്ളുലഞ്ഞേവം ചിന്തിച്ചാൻ വ്യാസമാമുനിയും. ഇവിടെ വ്യാസന് പോലും 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും 18 ഉപപുരാണങ്ങളും എഴുതി. പിന്നെ യോഗവാസിഷ്ടം അല്ലെങ്കിൽ ജ്ഞാനവാസിഷ്ടം വ്യാസൻ എഴുതി. മഹാഭാരതം വ്യാസൻ എഴുതി. വേദങ്ങളെ 4ആയിട്ട് വിന്യസിച്ചു. എത്ര പണിയാണ് വ്യാസൻ ചെയ്തത് അറിയില്ല. അപ്പോൾ സാധാരണഗതിയിൽ വിരക്തി വരണം, വന്നില്ല എന്നാ. പക്ഷികൾ തമ്മിൽ ഈ തള്ളപ്പക്ഷി കുഞ്ഞു പക്ഷിക്ക് ആഹാരം കൊടുക്കുന്നതും തൊട്ടുരുമുന്നതും ലാളിക്കുന്നതും ഒക്കെ കണ്ടു. അപ്പോൾ എനിക്കും എന്തുകൊണ്ട് ഇതായിക്കൂടെ, എനിക്കൊരു പുത്രൻ ഇല്ലല്ലോ. 4 പുത്രന്മാരുണ്ടായിട്ടുണ്ട്, 3 പുത്രന്മാർ അപ്പോഴേ ഉണ്ട്. അങ്ങനെയാണ്. അപ്പോൾ വല്ലാത്തൊരു സങ്കടമാണ് പിണ്ടം വയ്ക്കാൻ ആളില്ല എന്നൊക്കെ തോന്നുക. നോക്കണേ, വ്യാസനാണ് കേട്ടോ. ഇനി അതും ഈ തള്ളപ്പക്ഷി കുഞ്ഞു പക്ഷികൾക്ക് ആഹാരം കൊടുത്തു എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ കുഞ്ഞു പക്ഷി തള്ളപ്പക്ഷികൾക്കും ആഹാരം കൊടുക്കുന്ന രംഗമുണ്ട്. നമ്മളതിനെ അങ്ങനെ കിട്ടാറില്ല, കാണാറില്ല എന്നുള്ളൂ. എന്നാലും ഇപ്പോൾ അത് ഈ പല ഫോട്ടോഗ്രാഫർമാരും അതൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതിലൊക്കെ യൂട്യൂബിലൊക്കെ കാണാം. ഗൂഗിളിലോ യൂട്യൂബിലൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഈ പക്ഷികൾക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തനിക്കും വേണമെന്ന ആഗ്രഹം തോന്നി മഹാദേവനെ തപസ് ചെയ്തു.
മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ട് വ്യാസന് സന്താനമുണ്ടാവുകയാണ്. അത് സന്താനമുണ്ടാകുന്നത് ഘൃതാജി എന്നൊരു അപ്സര സ്ത്രീ വരണു. ആ അപ്സര സ്ത്രീ തത്തയായിട്ടാണ് വന്നത്. ആ തത്തയുടെ രൂപം കണ്ടുകൊണ്ടാണ് ഈ അരണി കടയുന്നതായിട്ടുള്ള വ്യാസന് സ്ഖലിച്ചത്. അപ്പോൾ ബീജം അത് അരണിയിൽ വീണു. ആ അരണിയിൽ നിന്ന് അരണിജാതനായിട്ട് അഗ്നിജാതനായിട്ടാണ് ശ്രീ ശുകബ്രഹ്മർഷി ഉണ്ടായത് എന്നാണ്. അപ്പോൾ അപ്സരസിനെ സ്വതവേ വേൾക്കാൻ നിവൃത്തിയില്ല, കല്യാണം കഴിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് സന്താനം ഉണ്ടാവുക എന്നൊക്കെ വിചാരിച്ചു വെച്ചാലും ഭഗവാന്റെ ലീല എങ്ങനെയാണ്. അപ്പോൾ അത് അപ്രകാരത്തിൽ തന്നെ സംഭവിച്ചു എന്ന് പറയുകയാണ്. ശ്രീ മഹാദേവിയെ നമ. തിര്യക്കുകൾക്കും തൻ കുഞ്ഞിൽ ഇത്ര വാത്സല്യമെങ്കിലോ സേവാഫലത്തെ ഇച്ഛിക്കും മർത്യർത്തൻ കഥയെന്തുവാൻ. കുഞ്ഞൻ വിവാഹം സുഖമായി നടത്തി തൃപ്തരായിവർ പുത്രഭാര്യ മുഖം കണ്ട് മോദം ഉൾക്കൊള്ളുവനോ സദാ. അഥവാ സുഹൃതം നേടാൻ പാരം ധർമ്മിഷ്ഠനായി മകൻ പിതാക്കൾ വൃദ്ധരാം നേരം പരിചര്യകൾ ചെയ്യുവനോ. അഥവാ വിത്തമാർജിച്ച് പിതാക്കൾക്ക് കൊടുപ്പനോ. അഥവാ പ്രേതകൃത്യങ്ങൾ വഴിപോൽ നിർവഹിപ്പനോ. അഥവാ ഗയയിൽ പോയി ശ്രാദ്ധമൂട്ടുവനോ മകൻ. അഥവാ വിധി പോൽ നീല അശ്വത്തെ ബാലനയപ്പനോ. പ്രപഞ്ച സൗഖ്യങ്ങളിൽ വെച്ച് ഉത്തമം സുഖമോർക്കുകിൽ കെട്ടിപ്പുണർന്ന് മകനെ ലാളിക്കുന്നതു തന്നെയാം. മക്കളില്ലാത്തവർക്ക് വിണ്ണോ മുക്തിയോ നാസ്തി നിർണയം. പരലോകത്തിന് പുത്രനല്ല അതില്ല അന്യസാധനം. ധന മന്വാദി മുനിമാർ ചൊല്ലു ധർമ്മശാസ്ത്രത്തിൽ ഇങ്ങനെ. മക്കളുള്ളോർ വിണ്ണണയും അല്ലാത്തോരണയാ ദൃഢം. പ്രത്യക്ഷമാണ് അത് ഊഹിച്ചിട്ടറിയാനൊന്നുമില്ലതിൽ. പാപമുക്തൻ പുത്രവാൻ എന്ന് ആപ്തവാക്യം സനാതനം. പുത്ര സ കഥ്യതേ ലോകാഹ ഇയഹ പിതൃൻ ത്രായതേ ഭയാത്. ഇതാണ് നിയമം. പുത്രൻ എന്നത് പറയപ്പെടുന്നു ഈ പിതൃക്കളെ, അച്ഛൻ, മുത്തശ്ശൻ, മുതുമുത്തശ്ശൻ, അങ്ങനെയുള്ള അവരെ മുഴുവൻ നരകപ്പേടി തീർത്തുകൊണ്ട് മുക്തിയെ കൊടുക്കുക ശ്രാദ്ധപിണ്ഡാദി ഔർധ്വദൈഹിക കർമ്മങ്ങളെ കൊണ്ട്. ഇതാണ് മകൻ്റെ ഉത്തരവാദിത്വം. പും നരകം തതത്രായതേ ഇതി പുത്ര. നരകങ്ങൾ കുറേയുണ്ട്. ജീവന് നരകങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് കുറേയുണ്ട്. 28 നരകങ്ങൾ അല്ലെങ്കിൽ 86 നരകങ്ങൾ എന്നെല്ലാം പറയാറുണ്ട്. ആ നരകത്തെ ഈ ജീവൻ, പും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. അപ്പോൾ ഈ ജീവൻ ഈ നരകങ്ങളെ താണ്ടിയിട്ട് മുക്തി നേടണം. അതിന് പുത്രപരമ്പര ശ്രാദ്ധ പിണ്ഡാദി ഔർധ്വദൈഹിക മുകളിലേക്ക് പോകാനുള്ള ദേഹ കർമ്മങ്ങളെ ചെയ്യണം. അങ്ങനെ ആയാലേ കിട്ടൂ എന്നാണ് പറയുക. ആത്മാവൈ പുത്ര എന്ന് പറയാറുണ്ട്. അതേപോലെ പുനാദി ഇതി പുത്ര എന്നെല്ലാം നിയമങ്ങൾ ധാരാളമുണ്ട്. ഞാൻ തന്നെയാണ് മകനായിട്ട് ജനിക്കുന്നത്. 7 തലമുറ നിർബന്ധമായിട്ടും ചാത്തുകൂട്ടണം. അതേപോലെ തന്നെ 7 കൊല്ലം കൂടുമ്പോൾ നമ്മൾ പുത്തനായിട്ട് ശരീരം മാറുന്നുണ്ട്. അതേപോലെ 7ൻ്റെ ഗുണിതം, അത് 459 വർഷം പൂർവവും നമ്മുടെ ഈ ജീവൻ പല ശരീരങ്ങളിലായിട്ട് ഈ ഭൂമിയിലുണ്ടാവും. 459 കൊല്ലം ശേഷവും ഇതേപോലെ ജീവൻ വരും. അപ്പോൾ 1000 കൊല്ലത്തോളം നമ്മൾ ഈ ഭൂമിയിലുണ്ടാവുമെന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ 1000 കൊല്ലം ഈ ജീവൻ പല ശരീരങ്ങളിലൂടെ കയറി ഇറങ്ങി വരും. നമ്മൾ തന്നെയാണ് നമ്മുടെ ഒരു അംശമായിട്ട് പുത്രനായിട്ട് വരിക. നമ്മൾ തന്നെ മറ്റൊരു ശരീരം എടുത്തുകൊണ്ട് ഒരു പക്ഷേ പുത്രനായിട്ടോ പേരക്കുട്ടനായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മകനായിട്ടോ ഒക്കെ വരാം. അതല്ലെങ്കിൽ പാപപുണ്യങ്ങൾക്കനുസരിച്ച് മറ്റ് പല ശരീരങ്ങളിലും കയറുകയും ചെയ്യാം. പല തവണ കയറേണ്ടി വരും. കോഴിയായിട്ടും ആടായിട്ടും പ്രാണിവർഗ്ഗങ്ങളായിട്ടും ആനയായിട്ടും ഒക്കെ വേണ്ടി വരും. സസ്യജാലങ്ങളായിട്ടും ഒക്കെ വേണ്ടി വരും. അപ്പോൾ അതിൽ നിന്നൊക്കെ മോചനം കിട്ടും ദേവി ഭാഗവതം കേട്ടാൽ. അതാണ് മൃത്യുകാലത്തു ദീനത്താൽ മണ്ണാം മെത്തയില നരൻ വീണു കേഴും പുത്രനില്ല അതുള്ളോര ദുഃഖചിന്തയാൽ. വിത്തമുണ്ട് എത്രയോ വീട്ടിൽ പാത്രങ്ങൾ വിവിധങ്ങളും അഴകുറ്റ ഗൃഹം നാഥനാരുണ്ടിതിനു സർവവും. മൃത്യുകാലത്തിണ്ടലാണ്ടി വണ്ണം സംഭ്രമമാർന്നിടിൽ അതിൻ ഫലം ദുർഗതിതാനില്ലതിൽ ശങ്കയേതുമേ. ഏവം ഓരോന്നു ചിന്തിച്ചും കൊണ്ട സത്യവതീ സുതൻ ചുടുവീർപ്പുകളും വിട്ട് കുണ്ഠിതം പൂണ്ടു നിർഭരം. ഒട്ടേറെ നേരം ചിന്തിച്ചങ്ങൊടുവിൽ ദൃഢചിത്തനായി മേരുശൈല നികാശത്തിൽ തപസ്സിനായിറങ്ങിനാൻ. വരമേകാൻ മെടുക്കുള്ളോർ വാഞ്ചിതാർത്ഥങ്ങൾ നൽകുവോൻ ദേവനാരെ ഉപാസിപ്പത് എന്നാലോചിച്ചു മാമുനി. വിഷ്ണുവോ രുദ്രനോ വേണ്ടത് ഇന്ദ്രനോ വിധി സൂര്യനോ ഗണേശനോ ഷൺമുഖനോ പാശിയോ വന്യദേവനോ. ഇമ്മട്ടോരോന്ന് ചിന്തിക്കെ മുമ്പിലെത്തി എതിർച്ചയാ കയ്യിൽ വീണയുമായി സാക്ഷാൽ നാരദൻ മുനിസത്തമൻ.
ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ബുദ്ധി ഉപദേശിച്ച് തരാൻ വേണ്ടിയിട്ട് വ്യാസൻ്റെ മുമ്പിൽ നാരദൻ വരണത്. ഇപ്പോൾ ഈ ഒരു രംഗത്താണ് ഭാഗവതം എഴുതുന്നതായിട്ട് രംഗം. മുനിയെ കണ്ട് അതിപ്രീതിപൂർവം കാൽ കഴുകിച്ചുടൻ കൊടുത്താൻ ആസനം വ്യാസൻ ചോദിച്ചു കുശലങ്ങളും കുശലപ്രശ്നമെല്ലാം തീർന്ന് ഏവം ചോദിച്ചു നാരദൻ. വ്യാസ ചൊന്നാലും എന്തോന്നീ വല്ലായ്മയ്ക്കുള്ള കാരണം. വ്യാസൻ അപുത്രനില്ല ഗതിയെന്നോർക്കയാൽ സ്വാസ്ഥ്യമില്ലമേ. വീണ്ടും വീണ്ടും അതേപ്പറ്റി നന്ദി കേഴുകയാണു ഞാൻ. വാഞ്ചിതം നേടുവാൻ ആരെ സേവിച്ചിടേണ്ടത് എന്നു ഞാൻ വിഷമിക്കുകയാണ്. അങ്ങാണിതിൽ മേ ശരണം മുനേ. സർവജ്ഞനല്ലീ ഭഗവൻ ഭവാൻ ആരെ ഭജിക്കുകിൽ പുത്രനുണ്ടാവുമെന്നായി ഓദനം കരുണാനിധേ. വ്യാസനാണ് പറയണത്. എന്ത്? എനിക്ക് സന്താനം ഉണ്ടാവാൻ ഞാൻ ആരെയാണ് ഭജിക്കേണ്ടത്? ബ്രഹ്മാവിനെ വേണോ, വിഷ്ണുവിനെ വേണോ, ശിവനെ വേണോ, മഹാദേവിയെ വേണോ എന്ന് ചോദിക്കുകയാണ് നാരദനോട്. സൂതൻ ഏവം ചോദിക്കവേ വേദവിത്താം നാരദമാമുനി മഹാത്മാവോദിനാൻ വ്യാസൻ തന്നോടായി പ്രീതി വായ്പെടും. നാരദൻ പാരാശര്യ മഹാഭാഗ, നിന്റെ ഈ ചോദ്യം അപ്പടി പണ്ടൻ അച്ഛൻ മഹാവിഷ്ണുവോടും ചോദിച്ചിരുന്നതാം. കൗസ്തുഭം ചാർത്തി മിന്നുന്നോൻ, മാറിൽ ശ്രീവത്സമുള്ളവൻ, പീതാംബരൻ, കൈകൾ നാലിൽ ശംഖചക്രാതി പൂണ്ടവൻ, ദേവദേവൻ ജഗന്നാഥൻ, സർവകാരണകാരണൻ, ആ ജഗദ്ഗുരുവാം വാസുദേവൻ ഉഗ്രതപസ്യയിൽ ധ്യാനസ്ഥനായി വാഴുവത് കണ്ടെൻ അച്ഛൻ വിസ്മയത്തോടും ചോദിച്ചിതാരമാകാന്തനായ വിഷ്ണുവോടിങ്ങനെ. ബ്രഹ്മാവിനോട് നാരദൻ ചോദിച്ചു എന്ന് പറയാണ്. ബ്രഹ്മാവ് വിഷ്ണുവിനോട് പറയുന്നതായിട്ട് രംഗമാണ് ഇനി. ബ്രഹ്മാവ് വിഷ്ണുവിനെ സ്തുതിക്കുകയാണ്. ബ്രഹ്മാവ് ദേവദേവ ജഗന്നാഥ കാലാതീതാരമാപദേ, ഈ തപസ്സെന്തിനായ അങ്ങേക്കെന്തേ ധ്യാനിപ്പതും ഭവാൻ? ആശ്ചര്യമാവുന്നിതെനിക്കങ്ങോ മൂലോകനായകൻ. ധ്യാനിച്ചിരിക്കയോ നീയും എന്തിതിൽ പരമത്ഭുതം? എല്ലാം സൃഷ്ടിക്കുമീ ഞാനും നിന്നാഭികമലോത്ഭവൻ, നിന്നിലും മീതയാം ദേവനാരെന്നോതുകമാപതേ. നണ്ണുന്നേൻ നിന്നെ ഞാൻ സർവഹേതുവും സർവകാര്യവും കർത്താവും ആദ്യനും രക്ഷാനാശകാരിയുമായി പ്രഭോ. നിന്നാജ്ഞയാൽ ഈ ലോകം ഞാൻ സൃഷ്ടിപ്പൂ ലോകനായക, നിന്നാജ്ഞയാൽ താൻ ഹരനും തക്കപ്പോൾ സംഹരിക്കയാം. വാനിൽ ചരിക്കുന്നു സൂര്യൻ, കാറ്റടിപ്പൂ ശുഭാശുഭം കത്തുന്നു, തീമാരി പെയ്തിടുന്നു നിന്നാജ്ഞയൊന്നിനാൽ. ധ്യാനിപ്പതാരെ നീ കൂടി പാരം സംശയമുണ്ടുമേ. മൂലോകത്തിലും അങ്ങേക്കാൾ മീതെ കണ്ടില്ലൊരാളെയും. ദയ ചെയ്തോതുക ഇങ്ങ് അങ്ങേ ഭക്തൻ ഞാനിഹ സുവ്രത. പ്രായേണ ഗോപ്യമല്ലൊന്നും മഹാന്മാർക്കെന്നു താൻ സ്മൃതി. ബ്രഹ്മാവ് വിഷ്ണുവിനോട് പറയാണ്, അങ്ങ് ആരെയാണ് ഭജിക്കണത്? അപ്പോൾ വിഷ്ണു പറയാണ്, ഞാൻ എല്ലാവരെക്കാളും താഴെയാണ്, മഹാദേവിയെയാണ് ഞാൻ ഭജിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയാണ്. ഈ വിഷ്ണുരുവാച 43-ാമത്തെ ശ്ലോകം കഴിഞ്ഞിട്ട് വിഷ്ണുരുവാച എന്ന് നമുക്ക് ചേർക്കാം. ഓം ഈ ചൊന്നതെല്ലാം കേട്ടോതി വിധാതാവു വിഷ്ണുവും, സാവധാനം കേൾക്ക വിധേ ഞാനോതാം എൻ മനോഗതം. സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്ക് ഞാനും നീയും ഗിരീശനും കാരണക്കാരെന്ന് സുരാസുരമർത്യർ കഥിക്കിലും. സുരരും അസുരം പറയുന്നുണ്ട് എങ്കിലും സൃഷ്ടാവ് പാലകൻ ഹർത്താവ് ഏവം നാം ശക്തിയാൽ സ്വയം നിയുക്തരെന്ന് തർക്കിപ്പൂ വേദത്തിൻ കരപറ്റിയോർ. ബ്രഹ്മാവായിട്ട് സൃഷ്ടികർത്താവായിട്ട് രജോ ഗുണം കൊണ്ട് അങ്ങയെയും സാത്വിക ഗുണം കൊണ്ട് വിഷ്ണുവായിട്ടുള്ള ഞാൻ പാലകൻ എന്ന് എന്നെയും സംഹാരകാരകനായിട്ട് മഹാദേവി ഈ മഹാദേവനെ തമോ ഗുണത്തോട് കൂടിയിട്ടും സൃഷ്ടിച്ചു എന്ന് പറയണു. എല്ലാം അമ്മ തന്നെയാണ്, ഞാനും അമ്മയാണ്, ശിവനും അമ്മയാണ്, അങ്ങും അമ്മയാണ് കേട്ടോ ബ്രഹ്മാവേ. ഇനിയിപ്പോൾ ഈ ചോദിച്ച നാരദല്ലേ, നാരദനും അമ്മയാണ് കേട്ടോ എന്ന് പറയാണ്. വിശ്വം സൃഷ്ടിക്കുവാൻ നിന്നിൽ വർത്തിപ്പൂ ശക്തി രാജസി, എന്നിൽ സാത്വികിയാം ശക്തി ഏവം താമസി രുദ്രനിൽ. ആ ശക്തി വിട്ടാൽ നീ നിന്റെ വേല ചെയ്യാൻ അശക്തനാം, പാലിക്കാൻ ഞാൻ സംഹരിക്കാൻ രുദ്രനും ശക്തരായി വരാം. ശക്തിക്ക് അധീനരായി നമ്മൾ എന്നും വർത്തിക്കയാം വിഭോ, പരോക്ഷമായും പ്രത്യക്ഷമായും ദൃഷ്ടാന്തമോതുവൻ. ശേഷങ്ങൾ ഞാൻ ഉറങ്ങുന്നു കേവലം പരതന്ത്രനായി, അവൾക്കധീനനായി പിന്നെ എണീപ്പൂ കാലമെത്തവേ. അവൾക്കധീനനായി തന്നെ തപസ്സും ചെയ്യുകയാം സദാ. ഒരിക്കൽ വിഹരിക്കുന്നു സസുഖം ലക്ഷ്മിയൊത്തു ഞാൻ, പിന്നൊരിക്കൽ ദൈത്യരുമായി അടരാടുന്നിതുഗ്രമായി. ദേഹം തളരുമാ മട്ടിൽ സർവലോക ഭയാവഹം. അപ്പോൾ എനിക്കും സ്വാതന്ത്ര്യമില്ല, ഞാനും അവതാരം സ്വീകരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അമ്മയുടെ ആജ്ഞ പാലിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പലാസുരന്മാരെ വധിക്കുക,
അതേപോലെ ഗർഭവാസം സ്വീകരിക്കുക, ഇതൊക്കെ വേണം. ഇത് ഞാൻ സ്വതന്ത്രനാച്ചാൽ ഞാനത് ആഗ്രഹിക്കുമോ? ഞാനത് ചെയ്യില്ലല്ലോ. പണ്ടെല്ലാം ആഴിയിൽ പെട്ട കാലം ഓർക്കുന്നിതോ ഭവാൻ, 5000 വർഷമല്ലി മല്ലയുദ്ധം നടത്തി ഞാൻ. എൻ കർണമലജാതന്മാർ മധു കൈടഭ ദൈത്യരെ മതഗർഭിതരെ ദേവി കനിഞ്ഞല്ലി വധിച്ചു ഞാൻ. ഇപ്പോൾ ബ്രഹ്മാവിനെ കൊല്ലാൻ വന്ന മധു കൈടഭന്മാർ, ആദ്യത്തെ അസുരന്മാർ, ഭഗവാൻ നാരായണൻ്റെ കർണങ്ങൾ, ചെവിയുടെ മലം, ചെവിക്കാട്ടം നിലി, അതിൽ നിന്നുണ്ടായതാണ് ഈ മധു കൈടഭന്മാർ. അവരെ വധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അന്ന് മഹാകാളിയെ ഭജിച്ചു, അങ്ങും ഭജിച്ചു. എന്നിട്ടാണല്ലോ എനിക്ക് കൊല്ലാൻ സാധിച്ചത്. എൻ കർണമലജാതന്മാർ മധു കൈടഭ ദൈത്യരെ മതഗർഭിതരെ ദേവി കനിഞ്ഞല്ലി വധിച്ചു ഞാൻ. ആ പരാൽപരമാം ശക്തിരൂപം നിഖില കാരണം നേരിൽ താൻ കണ്ടതല്ലി നീ വീണ്ടും ചോദിപ്പതെന്തിനായി. തദിച്ഛയാൽ പുമാനായി ഞാൻ വാഴുന്നിതലയാഴിയിൽ യുഗം തോറും ജനിക്കുന്നു കൂർമ്മ കോലാദിയായുമേ. തിര്യഗ്യോനികളിൽ ജന്മമാർക്കാനും പ്രിയമാകുമോ? ഇഷ്ടപ്പെട്ടല്ല ഞാൻ ആമ പന്നി എന്നിവയായതും. പൂമങ്കയൊപ്പം സുഖലീല വിട്ടാർ പോകുന്നു മീനാദികഹീനയോനിയിൽ. പൂമെത്തയും വിട്ടവ ചെയ്വനോ ഞാൻ സ്വതന്ത്രനെങ്കിൽ ഗരുഡാസനസ്ഥനായി. നിൻമുമ്പിൽ വെച്ചന്ന് തെറിച്ചിതെങ്ങോവിൽ ഞാൻ മുറിഞ്ഞൻ തല ഓർമ്മയില്ലേ. നീ ചേർത്തു വെപ്പിക്കുകയല്ലി ചെയ്തു ശില്പീന്ദ്രനെ കൊണ്ടൊരു വാജിശീർഷം. ഇവിടെ മഹാവിഷ്ണുവിൻ്റെ ഹയഗ്രീവ അവതാരത്തെ പറയാം. ഒരിക്കൽ മഹാവിഷ്ണുവിന് യുദ്ധമൊക്കെ കഴിഞ്ഞ് കുറേ ക്ഷീണിച്ച സമയത്ത് വില്ലിൻ്റെ മുകളിൽ തലയും വെച്ചിട്ട് താടി വെച്ചിട്ട് ഇങ്ങനെ ഉറങ്ങുകയാണ്. അപ്പോൾ ആ സമയത്ത് ഈ മധുകൈടഭന്മാർ ഈ വിഷ്ണുവിനെ വധിക്കാൻ വേണ്ടി ബ്രഹ്മാവിനെ വധിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവ് വിഷ്ണുവിനെ സ്തുതിച്ച് ഉണർത്താൻ വേണ്ടി നോക്കി, ഉണർന്നില്ല. അപ്പോൾ ചെതലിനെ സൃഷ്ടിച്ചു. എന്നിട്ട് ആ ചെതൽ ഈ വില്ലിൻ്റെ കരണ്ട് പൊട്ടിച്ചു. അപ്പോൾ ആ ചെതലിന് അന്ന് കൂലിയായിട്ട് ബ്രഹ്മാവ് കൊടുത്തതാണ്. നമ്മൾ ഈ ഹോമങ്ങൾ നേദ്യമൊക്കെ കിടക്കുമ്പോൾ മറ്റേ നെയ്യ് തീയിൻ്റെ ഇടയ്ക്ക് ഇങ്ങോട്ട് വീഴും. സൃക്ക് സ്രുവം ഇതിൽ നിന്നൊക്കെ കുറേശ്ശെ ഹോമദ്രവ്യങ്ങൾ വീഴും. അതൊക്കെ ഈ ചെതലിന് ആഹാരമാണ്. ഇപ്പോൾ ഭൂമിയിൽ വീഴുന്നതൊക്കെ ചെതൽ ഉറുമ്പൊക്കെ തിന്നും. അങ്ങനെയാണ്.